ആ മറ്റേ ഐ ലവ് യു വേണ്ട നിങ്ങൾക്ക് സ്പൂൺ തരും ഇത് ഇവിടെ പോയി സ്റ്റക്കാവോ? ഇത് മുറിക്കാൻ പറ്റൂല, കോരി തിന്നാം. തണുപ്പത് കഴിഞ്ഞിരിക്കുന്നു. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെറിയൊരു പിക്നിക്കിൽ ഇറങ്ങിയേക്കാം. ഇവിടെ ഞങ്ങൾ സ്വിസ് കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടൻ ചേച്ചിയും വീട്ടിൽ ഫ്രാങ്ക്ഫർട്ടിലായിരുന്നു സൺഡേ. ഇന്നാണ് ഞങ്ങളുടെ ആനിവേഴ്സറി. ഇന്ന് ഞങ്ങളുടെ 12th ജൂലൈ 15th ലവ് ആനിവേഴ്സറി. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ചേട്ടൻ്റെ വീട്ടിലിരുന്നു. എന്നിട്ട് അവിടുന്ന് ഇപ്പൊ ഞങ്ങൾ പൂളിൽ പോകും. ഏത് സ്ഥലത്ത്? ഗണേശേട്ടാ, നിങ്ങൾ ഏത് സ്ഥലത്തുനിന്ന് കൂടിയേറി വന്നവരാ? ഇങ്ങോട്ട് നോക്കൂ, ഏത് സ്ഥലത്തുനിന്നാ നിങ്ങൾ വന്നേ? ഉഗാണ്ടെന്ന്. മോനുസൊക്കെ മോൻസിന് മോഹം നോക്കിയ മോൻസ് കറുത്തു. ഞങ്ങള് സ്വിസ്സിൽ പോയി കറുത്ത് ടാൻ അടിച്ച് വെള്ളാണ്ടായി. മോനസ് നല്ല ടാൻ അടിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. ഞങ്ങളുടെ ഞങ്ങൾ സ്വിസ് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്ടിൽ വന്നു. എന്നിട്ട് അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലാണ് ഇപ്പോൾ. എന്നിട്ട് അവരുമായിട്ട് ഞങ്ങൾ പൂളിൽ പോവാണ്. നല്ല വൈബുള്ള ചേട്ടനും ചേച്ചിയാണ്. എന്നിട്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. സ്വിസ് ട്രിപ്പിനെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നല്ലായിരുന്നു. എന്താ സ്വിസ്സില് ഞങ്ങള് റെസ്റ്റ് ഒക്കെ എടുത്ത് പോയതുകൊണ്ട് ഞങ്ങള് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മോനുസിന്റെയും അത്രയും എന്താ ഡിസ്റ്റൻസ് ഡ്രൈവ് ഒക്കെ 6.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. മോനുസ് അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചു. ക്ഷീണമൊന്നും വന്നില്ല, ഉറക്കമൊന്നും വന്നില്ല. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ റെസ്റ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഒരു റൊമാൻറ്റിക് ഡേ ആയിരുന്നു കേട്ടോ. നല്ല രസം, നല്ല സീനറി, ഡ്രൈവിന് അടിപൊളിയായിരുന്നു. പിന്നെ നല്ലതായിരുന്നു, നല്ലൊരു സ്ഥലം. ഇത് ഓൾറെഡി ഞാൻ ഓസ്ട്രിയ ട്രിപ്പിൽ പോയപ്പോൾ സെയിം വ്യൂ ആയതുകൊണ്ട് ഈ പെട്ടെന്നൊരു വാവുലൊക്കെ വന്നില്ല. കാരണം ഓൾറെഡി ഞാൻ വാവ് വെച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രിയ പോയപ്പോൾ, അതുകൊണ്ടായിരിക്കും. പിന്നെ അവിടുത്തെ വീടും ലാൻഡ്സ്കേപ്പും കാണാൻ കൊള്ളാം. പിന്നെ നമുക്കൊരു റിലാക്സ്ഡ് ഡേ, അത്രേ ഉള്ളൂ. നല്ലതായിരുന്നു. ഇനിയും ബാക്ക് ടു മൺഡേറ്റ് നമുക്ക് ജോലിക്ക് പോകണം അങ്ങനെയായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മോമോസ് ഡയറീസ്. ഞങ്ങളിവിടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ പൂളിൽ പോവാണ്. ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. ഞാൻ ഇവരെ പൊട്ടിക്കാൻ പറഞ്ഞ അപ്പൊ ഇവര് കാറിന് വന്നിട്ട് 1 കിലോമീറ്റർ നടക്കുന്നു. ഞാൻ പിന്നെ ബസ്സിൽ കയറി നമ്മള് ഒരു മിനി പിക്നിക്കിന് ഇറങ്ങിയേക്കുവാ. ഫുഡൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യില്. അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. ഗൈസ്, ഇവിടെ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. ഞങ്ങള് സ്കൂളിൽ കഴിഞ്ഞിട്ട് ഞാൻ ഇനി ബാക്കി വീഡിയോസ് എടുക്കാം. ഇവിടെ ഡാറ്റ ഇൻഷുറൻസ് തരണം. അതുകൊണ്ട് ഞങ്ങള്
ചായയൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഞാൻ ബൈ ഗൈസ്. ഞാൻ ഇന്ന് പൂളിൽ നീന്താൻ പഠിച്ചു. എൻ്റെ പൊന്നോ, എനിക്കറിയാം, എനിക്ക് വെള്ളത്തിലിറങ്ങിയ കരയും പേടിക്കുന്ന ഞാൻ ഇന്ന് നീന്താൻ പഠിച്ചു. നീന്തെന്ന് വെച്ചാൽ അങ്ങനെ നീന്തല്ല, പൂളിൽ നീന്താൻ പഠിച്ചു. ഇപ്പൊ ഞാൻ കടലിൽ വെള്ളം നീന്തുന്നത് എനിക്ക് നീന്തില്ലായിരിക്കും. പൂളിൽ ഞാൻ നന്നായിട്ട് നീന്താൻ പഠിച്ചു. ഞാൻ ശ്വാസമൊക്കെ പിടിച്ച് വെള്ളത്തിന്റെ അടിയിൽ നിൽക്കാനും മോനസിനെ വെള്ളത്തിന്റെ കൂടെ അടിയിൽ പോയി മോനസിനെ ക്യാച്ച് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചെങ്കിൽ ഭയങ്കര സന്തോഷമായി. അറിയാൻ എനിക്ക് ഭയങ്കരമായിട്ട് നീന്തൽ അറിയാത്തതിന് ഭയങ്കര ഒരു വിഷമമുണ്ടായി എനിക്ക്. ഒട്ടും വെള്ളത്തിലിറങ്ങിയ ബേസിക് അറിഞ്ഞൂടാ. എനിക്ക് നീന്താൻ പഠിച്ചു. ഇരുന്നേ പറ, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന്. നമ്മളെ നീന്തി ഞാൻ അടിയിൽ കൂടെ വന്ന് മനസ്സിനെ പിടിച്ചില്ലേ. അയ്യോ സത്യമായിട്ട് എന്തൊരു പേടിത്തൊണ്ടിയായ ഞാന് ഇന്ന് മോനസിനെ അടിയിൽ കൂടെ പിടിച്ചു. ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയിട്ട് ഞാൻ നീന്താൻ പഠിച്ചു ഗൈസ്. നമുക്ക് ഒത്തുനേരം ഇവിടെ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിക്കുന്നതിന്റെ വീഡിയോ കാണിച്ചു തരാം. ചേട്ടനും ചേച്ചിയുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇനി നീന്താൻ പോകുമ്പോ നീന്താൻ കുറച്ച് പഠിച്ചപ്പോ വീണ്ടും നീന്തണം എന്നൊരാഗ്രഹം കേട്ടോ. ടാനൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കുക, കറുത്ത് പാവങ്ങൾ. എന്നിട്ട് ഞങ്ങള് വീണ്ടും ഫുഡൊക്കെ കഴിച്ച് പിന്നെ വ്ളോഗിൽ വരാം ഗൈസ്. ബൈ. ഞാൻ അന്യനെ പോലെ ടേസ്റ്റ് ഉണ്ടോ മോൻസേ? ടേസ്റ്റ് ഉണ്ടോ? ചേച്ചിയുടെ അടിപൊളി നൂഡിൽസ്. സ്വിമ്മിങ് കഴിഞ്ഞ് വന്ന് നല്ല വിശന്നോടെ കഴിക്കാൻ ഒരു ടേസ്റ്റാ. പക്ക നൂഡിൽസോ? അക്ക നൂഡിൽസ്. പിന്നെ ചേച്ചിക്ക് അവര് നിന്ന് ബുക്ക് വായിച്ചോണ്ട് തൊട്ടിയാട്ടി കുഞ്ഞിനെ ഉറക്കുന്നു. നമ്മളാണെങ്കിൽ പുല്ലേ കിടന്ന് ഉറങ്ങണ. നമ്മളാണ് എന്തോ പൊടിക്കുഞ്ഞിനെ കൊണ്ട് ആരും പോളി വരും. നമ്മുടെ അവിടെ വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല. പിള്ളേര് ഉറങ്ങിയില്ലെങ്കിൽ നെഞ്ചത്ത് ഒറ്റ ഒരു അടി. നമ്മള് ഫുഡ് കൊണ്ടുവന്ന കാര്യം കേട്ടോ. ഐസ്ക്രീം കഴിക്കുന്നിട്ട് ഐസ്ക്രീം കഴിക്കാൻ പോലും വിശപ്പ് എന്താണേലും വെള്ളത്തിറങ്ങി. എന്നാലും ഞാൻ വിചാരിച്ച എനിക്ക് പറ്റത്തില്ല. എന്നാലും നമ്മൾ നീന്തൽ പഠിച്ചല്ലേ ചേച്ചി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബേസിക്സ് പഠിച്ചു. അങ്ങനെ ഞാൻ പണ്ടേ പഠിക്കണ്ടായിരുന്നു. ഞാനും ഇപ്പോഴും ആ ബേസിക്സിൽ തന്നെ ഇരിക്കുന്നു. അത് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടില്ല. ഞാൻ ഇങ്ങനൊക്കെ തിരിഞ്ഞ് സമ്മർ സോൾട്ടൊക്കെ അടിക്കുമായിരുന്നു. പിന്നെ അത് വിട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം സമ്മർ സോൾട്ട് അടിച്ചപ്പം തല എഴുന്നെടുത്തോ? തല ജസ്റ്റ് എസ്കേപ്പായി. ഞങ്ങള് പോവാണ്. നമ്മളിനി പോവല്ലേ വീട്ടില്. നമ്മളങ്ങനെ പൂളിലേക്ക് കഴിഞ്ഞ് വീട്ടിൽ പോവാം. നല്ല പൂള്, നല്ല രസമുണ്ട്. ഇനി ഞാൻ പൂളിൽ പറ്റുമ്പോഴൊക്കെ വരാട്ടോ. കാരണം നീ കാലിട്ടടിക്കാൻ പഠിച്ചത് കൊണ്ട് ഇനി എനിക്ക് വരാലോ. പണ്ടൊന്നേ ഇറങ്ങിയാ ഇങ്ങനെ മാറി നിൽക്കുകയല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പൊ കൊള്ളാം. അയ്യോ ക്ഷീണിച്ചു. വെള്ളത്തിൽ കളിച്ചിങ്ങനെ പെട്ടെന്ന് ക്ഷീണിക്കും. സ്റ്റാമിനയൊക്കെ പോയി. പിന്നെ ഫുഡ് വിശക്കുമായിരുന്നു. ഫുഡ് കഴിച്ചു. ചേച്ചിക്ക് ഒരിക്കലത്തെ കൈപ്പുണ്യം ആയതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ചിക്കൻ നൂഡിൽസ് അയച്ചു. പിന്നെ നമ്മൾ എവിടെ നിന്നൊരു 2 minutes നടക്കണം ഞങ്ങളുടെ കാർ എടുക്കാൻ. എന്നിട്ട് നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ പോവും. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട്
നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് കഴിഞ്ഞു. ഞങ്ങൾ ഫ്രൈഡേ ഇറങ്ങിയതാ. അയ്യോ, നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു അല്ലേ മോൻസ്? അതെ, മോൻസ് എൻജോയ് ചെയ്തോ? ഞാൻ എൻജോയ് ചെയ്തു. മോൻസ് എൻജോയ് ചെയ്തു. മോൻസ് തന്നെ ചേട്ടനെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ട് മോൻസ് എൻജോയ് ചെയ്തു. പിന്നെന്താ, പിന്നെ നമ്മളിനി എന്താ ചെയ്ത്, കുഞ്ഞു വീട്ടിൽ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിന്ന് പുറത്തിറങ്ങിയ വിശേഷം. രാവിലെ ചേച്ചി ഞങ്ങൾക്ക് പൊറോട്ടയും മപ്പാസ് ചിക്കൻ ഉണ്ടാക്കി തന്നു. ഉച്ചയ്ക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി തന്നു. ഇപ്പൊ ഞങ്ങൾ പൂളിൽ കൊണ്ടുവന്നു. ഞങ്ങളുടെ ആനിവേഴ്സറി കളർഫുൾ ആക്കി തന്നു അല്ലേ? അതെ, മോനസിനോട് എന്തെങ്കിലും ചോദിക്കും. അതെ അതെ, കൊള്ളാം. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. പിന്നെ എപ്പോൾ കാണും? പിന്നെ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ കാണും, അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ചൂസ് പറയണത് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. തുറക്കാം ഷൂ. ഇവിടെയാണ് നമ്മളിപ്പോൾ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ബാൽക്കണിയിലാണ്. ബാൽക്കണി എന്ന് പറയാൻ പറ്റത്തില്ല, ഇവർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് താമസിക്കണേ. അപ്പോൾ അവർക്ക് ഇങ്ങനെ മുറ്റമൊക്കെ ഉള്ള ഒരു ടെറാസയാണ്. നല്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഇരിക്കാം. രാവിലെ ഞങ്ങൾ ഇവിടെ ഫ്രൂസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. കുറേ ഫുൾ അടുത്ത ഫ്ലാറ്റുകളാണ്, കാണിച്ചു തരാം. ഇവരുടെ വീടിൻ്റെ നല്ല രസമാട്ടോ അവരുടെ സെറ്റപ്പ് കൊള്ളാം. ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പം ഇവിടെ നമുക്ക് ഇരിക്കാം. ചേട്ടന് ജിമ്മ് ചെയ്യാൻ സാധനങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ ഫ്രൂട്ടുകളുണ്ട്. എന്ത് ഫ്രൂട്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു ഗൈസ്. വീക്ക് ഡേയ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1 hour കഴിഞ്ഞ് ഇപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് ഞാനും മോൻസും കൂടി പോവാ വീട്ടിൽ. ഞങ്ങൾ ഇവരെ എങ്ങനെ പരിചയപ്പെടുന്നത് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്പെയിനിൽ പോയി. അപ്പോൾ സ്പെയിനിൽ പോയപ്പോൾ പരിചയപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. പക്ഷെ അന്ന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇവർ ഒരു ഫാമിലീനെ പോലെയാണ്. ചേട്ടനും ചേച്ചിയും, നമ്മുടെ വീട്ടിലെ ചേട്ടനും ചേച്ചിയുള്ള വൈബ്, നല്ല കമ്പനിയാണ്, അടിപൊളിയാണ്. നല്ല എന്താ, നമ്മുടെ വൈബിനൊക്കെ പറ്റും. നല്ല രസമുണ്ട്. ചേട്ടൻ ചേച്ചിന്നൊന്നും വിളിക്കുന്നേ ഉള്ളൂ, പക്ഷെ അവർ ഭയങ്കര യങ് മൈൻഡുള്ള 2 കപ്പിൾസ്. കൊള്ളാം. അപ്പോൾ എന്താ, ഇനിയും നമ്മളിനിയും പോകുമ്പം ഉള്ള വീഡിയോ എടുക്കാം. പിന്നെ നാരങ്ങ കുടിക്കട്ടെ. ലെമൺ പിഴിയുന്ന സാധനമാണ്. എന്നിട്ട് നോക്കിയിട്ട് പറ. എനിക്ക് ഇച്ചിരി കൂടി. ഇന്ന് ശർക്കരയോ? ബ്രൗൺ ഷുഗർ. കടൽമണ. അതെ. കൊള്ളാം. നമ്മള് ക്ഷീണിച്ച് പൂളിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് അടിപൊളിയാ. അല്ലെങ്കിൽ നാരങ്ങളും നൈസാ. ചേട്ടൻ കാണട്ടെ, നോക്കിങ്ങോട്ട് ചേട്ടൻ. ഞങ്ങള് പോവാ ചേട്ടന്റെ വീട്ടിൽ നിന്ന്. ബൈ, ടാറ്റാ. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട്? അടിച്ചു പൊളിച്ചല്ലേ നമ്മള്. കരിവാളിച്ച് ചേച്ചി അവരൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇപ്പൊ കുഴപ്പമില്ല. ബാ, ഇങ്ങോട്ട് വാ ചേച്ചി, ചേട്ടനും വാ. അടിച്ച് പൊളിച്ച് മടുത്തു തൂത്തു. അപ്പൊ നമുക്ക് അടുത്ത തവണ കാണാം. പറയണ്ട, അടുത്ത തവണ കാണാം. ബൈ, ഞങ്ങൾ പോവാ ഇവിടെ. താങ്ക് യു.
നമ്മൾ മറ്റേ ലുലുവിലൊക്കെ അകത്ത് അണ്ടർ പാർക്കിങ്ങിന് പോകുന്ന പോലെ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എന്താ ഉദ്ദേശിച്ച്? രാവിലെ വൈകിട്ട് വരാനുള്ളതേ ഉള്ളൂ. ഓക്കെയാണ് വെക്കൂ. നമ്മൾ കവാടത്തിൽ നിന്ന് പുറത്തിറങ്ങിയേക്കുക. അയ്യോ ഓക്കെ ബൈ. അടുത്ത തവണ കാണാം. ഞങ്ങൾക്ക് അങ്ങോട്ടാണ് ഇങ്ങോട്ടാ പോകണ്ടേ? ബൈ. ഇങ്ങോട്ടായിരിക്കും. മാപ്പിട്. മാപ്പിട്ടിട്ടുണ്ടോ? ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാനേ വ്ലോഗ് അവസാനിപ്പിക്കോ? ചേട്ടൻ ടാറ്റ. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. അടുത്ത പ്രാഗിൽ കാണാം. ഇനി ഞാൻ ഇത്രയും ദിവസം എടുത്തു വെച്ച വീഡിയോസ് ഫുള്ള് എഡിറ്റ് ചെയ്യാനുണ്ട്. അതായത് സ്വിറ്റ്സർലാൻഡിന് പോകുന്നതിന് മുന്നേ തൊട്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ടുള്ള ജൂലൈ 11 തൊട്ടുള്ള എഡിറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ എപ്പം വരും എന്നറിയില്ല. ചെയ്തിട്ട് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പം ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് പോവുക വീട്ടിലേക്ക്. ആകെ ടയേർഡായി. ഇനി ഞങ്ങൾ വീട്ടിൽ പോയി ഇനി വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. എടുത്തുമൊക്കെ ഇടാം. അപ്പോൾ മോനൂസ്, ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴും ഈ ഡ്രസ്സായിരുന്നു, അവസാനിക്കുമ്പോഴും ഈ ഡ്രസ്സ് തന്നെയാണ്. ഇപ്പം നല്ല മ്യൂഡി ആയിട്ടുണ്ട് ഞാൻ, കമ്മലൊന്നുമില്ല. അപ്പം നല്ലൊരു വീക്കെൻഡ് അല്ലായിരുന്നോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കാര്യം ചെയ്ത പോലെ ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളവും സമയവും പോയി. എന്നാലും കൊള്ളാം. ഷൂസ് ആയിരുന്നു. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ബൈ ഗൈസ്, നെക്സ്റ്റ് ടൈം കാണാം. ബൈ.